ഓണത്തിന് മുൻപ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ വഞ്ചിച്ചെന്ന മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനത്തിന് മുൻപായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകേണ്ട പണമാണ് ഇതുവരെയും ലഭിക്കാത്തത്. മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അടച്ച 1500 രൂപ മാത്രമാണ് നൽകിയതെന്നാണ് പരാതി. ഓണത്തിന് തൊഴിലാളികൾക്ക് നൽകി വരുന്ന കിറ്റ് പോലും ഇത്തവണ നൽകിയില്ലെന്ന ആക്ഷേപമുണ്ട്. വി.ഡി. സതീശന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ തീരദേശ മേഖലയിനകത്ത് മത്സ്യത്തൊഴിലാളികൾ ആകെ വലിയ രീതിയിലാണ്. ഒരു ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. അതിന് വകുപ്പ് മന്ത്രി തന്നെ ഈ മേഖലയിനകത്ത് വേണ്ടത്ര ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത്. കേരളത്തിലെ എല്ലാ MLA-മാർക്കും മന്ത്രിമാർക്കും MP-മാർക്കൊക്കെ ശമ്പളം കറക്റ്റായിട്ട് വന്നില്ല എങ്കിൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ? എല്ലാ ചാനലുകളിലും ന്യൂസ് വരും, വൈകുന്നേരങ്ങളിൽ അന്ത്യചർച്ച നടക്കും, അടിമക്കണ്ണികൾ പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങും. ഒരു മാസത്തെ ശമ്പളം പോലും അവർക്ക് വരാതിരിക്കാൻ കഴിയത്തില്ല, അല്ലെ അവർക്കത് ഇല്ലാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കടലിൽ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഓണത്തിന് മുന്നേ നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ഇതിനിടയിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓണം അടുത്തെത്തുമ്പോൾ അരി, പച്ചക്കറി, വെളിച്ചെണ്ണ, മീൻ, ഇറച്ചി, പലചരക്ക് സാധനങ്ങളെല്ലാം എല്ലാത്തിനും തീ പിടിച്ച വിലയാണ്. ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിച്ച് പുറത്തിറങ്ങുമ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥ. ഒരു സാധാരണ കുടുംബം ഒരു മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പെടാപ്പാട് പെടുന്ന അവസ്ഥ. അങ്ങനെയുള്ള സമയത്താണ് മത്സ്യത്തൊഴിലാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും ഈ സർക്കാർ ക്രമാതീതമായി കറക്റ്റായിട്ട് കൊടുക്കാത്തത്. ഇത് ദാനമല്ല, സർക്കാരിന്റെ ഔദാര്യമല്ല, ഇത് ജനങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്കറിയാലോ, ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ കാലതാമസം. ഒരു സാധാരണക്കാരന്റെ കണ്ണുനീരും ദുരിതവും അവന്റെ ജീവിതയാതനകളും ഒരു സർക്കാരിനും മുൻഗണനയല്ല. ഓണം എന്നത് ഒരു ആഘോഷം മാത്രമല്ല, ഓരോ കുടുംബത്തിനും ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു സമയം കൂടെയാണ്. അത്തരമൊരു സമയത്ത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാതെ ജനങ്ങളെ കാത്തിരിപ്പിക്കുന്നത് ഒരു സർക്കാരിനും അഭിമാനിക്കാവുന്ന കാര്യമല്ല. മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഇനിയും വൈകരുത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരുടെ ജീവിതം ഇനിയും വഴിമുട്ടരുത്. ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അവരുടെ അവകാശമാണ്, ഔദാര്യമായിട്ടല്ല. ആ അവകാശം സമയത്ത് നൽകുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതിന് കഴിയുന്നില്ല എങ്കിൽ ദയവായി രാജിവെച്ച് പുറത്തു പോകൂ.